മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയ്ക്കും കരുണയുടെ മുത്തശ്ശിക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കണ്ണനും മഹാലക്ഷ്മിയും വിഷം ചേർത്ത പായസം കുടിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ആ ദിവ്യയായ അമ്മ പറഞ്ഞിട്ട് ആ ഒരു സ്വാമി വന്ന് ആ പായസം മാറ്റിയ വിവരമൊന്നും നമ്മളുടെ കരുണ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ സദ്യ കഴിക്കാനിരിക്കുന്ന സമയത്ത് കരുണയും കരുണയുടെ മുത്തശ്ശി അച്ഛനും ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും അവളുടെ അവസാനത്തെ പിറന്നാൾ ആഘോഷമാണല്ലോ, അതവൾ ശരിക്കും ആഘോഷിക്കട്ടെ എന്നും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണീനെയും ദുർഗേനെയൊക്കെ വിളിച്ചിട്ട് ആ വിവരങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. എന്തായാലും ഏടത്തി മാത്രമല്ല ഏട്ടനും പായസം കുടിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഉണ്ണിയും ദുർഗയും. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ചെറിയൊരു സംശയമുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് ഇവർ ആഘോഷം നടത്തിയിട്ട് മഹാലക്ഷ്മി തിരിച്ചു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പം വാമദേവനാണെങ്കിൽ തട്ടുപൊളിഞ്ഞ് വീണ് നടുമേലാണ്ട് ആസ്പത്രിയിലുമാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ മോനേന്ന് ദുർഗ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഞങ്ങളാരും അല്ല അമ്മേ, കരുണയും കരുണയുടെ മുത്തശ്ശിയാണ് ഇത് ഏറ്റെടുത്തേക്കണേ. അതുമാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കരുണയുടെ മുത്തശ്ശിയും അച്ഛനും അതിനുവേണ്ടി ജയിലിൽ പോകാനും തയ്യാറാണ്. അപ്പോൾ നമുക്ക് അതും പ്രശ്നമായി വരില്ലാന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മാർക്കോയും അനന്തും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ നമ്മളെ വെറുതെ വിടുമോ മോനെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, കരുണയുടെ വീട്ടിൽ വെച്ച് സംഭവിക്കണതിന് കരുണയുടെ അച്ഛനും മുത്തശ്ശിയല്ലേ ഉത്തരവാദി, അല്ലാതെ നമ്മൾക്ക് അതിൻ്റെ പ്രശ്നമൊന്നും വരില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുന്നു. പിന്നീട് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാമദേവനോട് പറയുന്നുണ്ട്, അച്ഛാ ഇതോടുകൂടി മഹാലക്ഷ്മിയും കണ്ണനും അവസാനിച്ചു. കണ്ണനും മഹാലക്ഷ്മിയും വിഷം ചേർത്ത പായസം കുടിച്ചെന്നാണ് ഉണ്ണി വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ കാര്യത്തിൽ നമുക്കൊരു പേടിയും വേണ്ട. അച്ഛൻ വിചാരിക്കണ പോലെ ഒന്നല്ല, ഈ പ്രാവശ്യം എന്തായാലും അവർ വിജയിക്കും. കരുണയുടെ വീട്ടിൽ കരുണയുടെ ദാസിയായി ജീവിച്ചിരുന്നവളാണ് മഹാലക്ഷ്മി. എന്നിട്ട് അവൾ കണ്ണനെ വിവാഹം കഴിച്ചതും കമലേശ്വരം മൊത്തം ഭരിക്കാനുള്ള യോഗ്യതയായി അവൾക്ക്. അതുകൊണ്ട് തന്നെ കരുണയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കരുണ ഇത്രയും കടുത്തൊരു തീരുമാനം എടുത്തത്. ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും 2-3 ദിവസവും കൂടി ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആ സാഹറിനെയും ഇല്ലാതാക്കണം വെച്ചാൽ സാഹറും കണ്ണനും മഹാലക്ഷ്മി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിനെ ആശ്രയിക്കാൻ മറ്റാരും ഉണ്ടാവില്ല. എന്തായാലും അപ്പച്ചിയും ഉണ്ണിയും അവളെ വീട്ടിലോട്ട് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവൾക്ക് ആശ്രയം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൾ എന്തായാലും തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ വർഷങ്ങളായി ആഗ്രഹിച്ചതുപോലെ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നമുക്കും ലഭിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എടാ മേഘ, ആ കണ്ണനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവനക്ക് എന്തൊക്കെയോ ദൈവിക ശക്തികളുണ്ട്. അതുമാത്രമല്ല ഇപ്പം മഹാലക്ഷ്മി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി അവന് കൂടുതൽ ശക്തി കിട്ടിയിട്ടുണ്ട്. അന്ന് അവൻ്റെ അച്ഛൻ മരിച്ച ആ ഒരു ആക്സിഡൻറ്റിൽ അവനും മരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ മരിച്ചില്ല. മാത്രമല്ല ആ മഹാലക്ഷ്മി ജീവിതത്തിലോട് വന്നതോടുകൂടി അവനക്ക് ഐശ്വര്യം കൂടി. അവൾ വെറും മഹാലക്ഷ്മി അല്ല, സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേന്ന്. ആ സമയത്ത് മേഘനാഥനൊക്കെയാണെങ്കിൽ വാമദേവൻ്റെ ആ സംസാരം ഒട്ടും ഇഷ്ടമാവണില്ല. പിന്നീട് നമ്മളുടെ കരുണയും കരുണയുടെ മുത്തശ്ശി അച്ഛനും കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും കൂടി സദ്യ കഴിക്കണതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ മാറി നിന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ അവർ ആ പായസം മൊത്തം കുടിച്ചോ എന്ന് ചോദിക്കുമ്പം ഉവാന്നാ തോന്നണ മുത്തശ്ശി, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ പാത്രത്തിൽ ഇനി പായസം ബാക്കിയുണ്ടോയെന്ന്. അങ്ങനെ നമ്മളുടെ കരുണ ചെന്ന് പാത്രത്തിൽ നോക്കുന്ന സമയത്ത് പാത്രത്തിൽ ഒരു തുള്ളി പായസം പോലുമില്ല. അപ്പോൾ കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കരുണ വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ആ പായസം മൊത്തം ആ പായസം കൊതിച്ച് കുടിച്ച് തീർത്തു. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, അയാളാകെ ഒരു ഗ്ലാസ് പായസം അല്ലേ മുത്തശ്ശി കുടിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ, ആ ഒരു ഗ്ലാസ് പായസത്തിൽ തന്നെ ആവശ്യത്തിനുള്ള വിഷം ചേർന്നിട്ടുണ്ട്. നമ്മളോട് ആ വൈദ്യര് പറഞ്ഞത് കുറച്ച് വിഷം ചേർത്താൽ മതി എന്നാ, പക്ഷേ ഒരുറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആ വിഷം ഫുള്ളും അതിലേക്ക് ചേർത്തിട്ടുണ്ട് മോളെ. എന്തായാലും അവർക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങും. അവളും അവനും 3-4 ദിവസത്തിനുള്ളിൽ മരിക്കും. നമ്മളെ ആരും സംശയിക്കുമല്ല. ഇനിയിപ്പോൾ കമലേശ്വരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ച് വിഷാംശം ശരീരത്തിൽ ചെന്നതാണെന്നാണ് ഡോക്ടർ വിചാരിക്കുള്ളൂ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് ശരിയാ മുത്തശ്ശി, അങ്ങനെയാകുമ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവിടുത്തെ അമ്മയല്ലേ ജയിലിൽ പോവുള്ളൂ എന്ന്. പിന്നീട് മോഹിനി സദ്യയൊക്കെ കഴിച്ചിട്ട് എഴുന്നേക്കണ സമയത്ത് മഹാലക്ഷ്മി ഫുൾ പായസവും കുടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് കരുണ മോഹിനിയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ ഇനി പായസം ബാക്കിയുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, പായസം മൊത്തം ലക്ഷ്മി മോൾ കുടിച്ചു. ലക്ഷ്മി മോൾക്ക് പായസം ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഒട്ടും ബാക്കിയില്ല.
അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, അവൾ ഫുള്ളായിട്ടും കുടിച്ചോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ ഉവ്വ കണ്ണനും ലക്ഷ്മി മോളും കുടിച്ചു കഴിഞ്ഞപ്പോൾ പായസം മൊത്തം തീർന്നു. ഇനി മോൾക്കിവിടെ പായസം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ആ പായസം മാത്രമേ ഉള്ളൂ, അത് മോളെടുത്ത് കുടിച്ചോ, ഇപ്പോൾ അത് തണുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആ പായസം മൊത്തം ലക്ഷ്മിയും കണ്ണനും കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ അവളെ പേടിക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സത്യത്തിൽ കരുണ വച്ചിരുന്ന പായസമാണ് ലക്ഷ്മിയും കണ്ണനും കുടിച്ചതെന്നുള്ള വിവരമൊന്നും കരുണയ്ക്ക് അറിയണില്ല. കരുണ ആദ്യം തന്നെ കരുണയുടെ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ. തണുത്ത പായസം ലക്ഷ്മി കുടിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ കരുണ ഫ്രിഡ്ജിൽ വെച്ച പായസം തന്നെ ഫ്രിഡ്ജിലിരിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി കരുണ പോയി പായസം എടുത്തിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പായസമൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ടമ്മേ, ഞാനിത് കുടിക്കട്ടെ എന്നും പറഞ്ഞ് കരുണ ആ പായസം എടുത്തുകൊണ്ടായി മൊത്തം കുടിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ട് വന്നിട്ട്, ആ മോള് പായസം കുടിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ, ഉവ്വച്ചാ എൻ്റെ പായസം ഇപ്പം നല്ലോണം തണുത്തു, ഇന്നത്തെ പായസത്തിന് അപാര ടേസ്റ്റ് ആണല്ലോ എന്ന് പറയുന്നു. ആ മോളെന്നാൽ അത് മൊത്തം കുടിച്ചോ, എന്തായാലും ആ ലക്ഷ്മിയും കണ്ണനും മറ്റേ പായസം മൊത്തം കുടിച്ചല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഉവ്വച്ചാ ഒരു തുള്ളി പായസം പോലും ബാക്കി വയ്ക്കാതെ ലക്ഷ്മിയും കണ്ണനും അത് മൊത്തം കുടിച്ചു, കൂടുതലും കുടിച്ചിരിക്കുന്നത് അവളാന്ന് അമ്മ പറഞ്ഞേന്ന്. എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ കിടന്ന് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾക്കല്ലേ അറിയാവുള്ളൂ ആ വിഷത്തിന് മറുമരുന്നുണ്ടെന്ന്, പക്ഷെ അവർക്കതറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിൻ്റെയും കഥ കഴിഞ്ഞോളൂന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് കരുണ അറിയണില്ല കരുണയാണ് ശരിക്കുള്ള വിഷം കുടിക്കണേന്ന്. കരുണ വിഷം മഹാലക്ഷ്മി കുടിച്ചു എന്നുള്ള സന്തോഷത്തിൽ തന്നെ പായസമൊക്കെ കുടിച്ച് സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വാമദേവൻ ആ വിശ്വാസം തകർക്കാനൊക്കെ നോക്കുന്നുണ്ട്. നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട, അവരെ പെട്ടെന്നൊന്നും അപായപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ കൂട്ടുള്ളവളാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് തന്നെ തിരിച്ചടി കിട്ടണേ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ആ കണ്ണനെയും മഹാലക്ഷ്മീനെയും കൊല്ലണം എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളയുക. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ കൊല്ലാനൊന്നും നടക്കണ്ട അച്ഛാ, എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ കണ്ണനും മഹാലക്ഷ്മിയും മരിക്കുമെന്നാണ് കരുണ പറഞ്ഞത്. കരുണ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആ സാഹറിനെ എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ചില പ്ലാനൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുണ്ടെങ്കിൽ സാഹർ ജയിലിൽ പോവും. അതോടുകൂടി മഞ്ജുവിന് ആരും ഇല്ലാണ്ടായിട്ട് മഞ്ജു തിരികെ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല. അവർ മരിച്ചതിന് ശേഷം പോരെ നിൻ്റെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പം അവരിനി അത് ദിവസമൊന്നും ഉണ്ടാവില്ല അച്ഛാ, 1-2 ദിവസത്തിനുള്ളിൽ അവർ മരിക്കുന്ന ഉണ്ണിയും കരുണയും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ സാഹറിനെ കൊടുക്കാനുള്ള വഴി നോക്കട്ടെ എന്ന്. അങ്ങനെ നമ്മളുടെ മേഘനാഥൻ ഫോണെടുത്ത് ഏതോ ഒരു ഗുണ്ടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഗുണ്ടയെ വിളിച്ചിട്ട് സാഹറിൻ്റെ വണ്ടിയിൽ മയക്കുമരുന്ന് വയ്ക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സാഹറും മഞ്ജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ മേഘൻ്റെ ചതിയൊന്നും അറിയാണ്ട് തന്നെ സാഹർ തോമസ് ഡോക്ടറുടെ കാറുമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം സാഹറിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പം മഞ്ജു അല്ല വിളിക്കണേ, എന്തായാലും കാറ് നിർത്തിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് സാഹർ വേഗം തന്നെ കാറ് നിർത്തി കാറിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് മഞ്ജുവായിട്ട് സംസാരിക്കുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സമയത്ത് സാഗറുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ മഞ്ജു അറിയണില്ല ഇവരുടെ ജീവിതം തകർക്കാൻ പോകുന്ന ഒരു ചതി അവിടെ നടക്കാൻ പോവുകയെന്ന്. അങ്ങനെ സാഗർ മറുവശം തിരിഞ്ഞു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് സാഗറിൻ്റെ കാറിൻ്റെ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊതി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൽ മയക്കുമരുന്നാണ്. പക്ഷേ സാഗർ ഇതൊന്നും അറിയണില്ല. എന്നിട്ട് ഈ പൊതി വെച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. അയാൾ പോയതും നമ്മളുടെ സാഗറാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. ആ സമയത്ത് വണ്ടിയിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു ആൾ മേഘനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ എല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ ആ സാധനം വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്, അയാളിപ്പോൾ വണ്ടി എടുത്ത് പോയി, എത്രയും പെട്ടെന്ന് സാറ് പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞുതരായിരുന്നു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ അത് ചെയ്തോളാം, നീ ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, എടാ മേഘ, നീ ആവശ്യമില്ലാത്ത കളികൾ കളിക്കരുത്. ഇതിനു മുമ്പ് നീ മാർക്കോയെ ഒരു പെണ്ണ് കേസിൽ കുടുക്കി, അത് കള്ളക്കേസാന്ന് തെളിയിച്ചു, അതുപോലെ തന്നെ നീ നാണം കെടുകയും ചെയ്തു. ഇപ്പം മഞ്ജു ആണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് പോയി. ഇനി സാഗറിനെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കോ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാതിരി, ഇനിയിപ്പോൾ സാഗറും കണ്ണനും മഹാലക്ഷ്മി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഏര ആ മാർക്കോയാണ്. മാർക്കോയെ നേരിട്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല, പക്ഷെ പിന്നിലൂടെ അവനെ ആക്രമിക്കാൻ എനിക്കും ഉണ്ണിക്കും
സാധിക്കും. അപ്പം ഞങ്ങൾ അവനെയും ഇല്ലാതെയാക്കുമെന്ന്. ഈ സമയത്ത് വാമദേവ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മഞ്ജുമോള് ഇവനെ ഉപേക്ഷിച്ച് പോയത്. ഇനിയും അവളുടെ ജീവിതം തകർക്കുന്നത് ശരിയല്ല. ഇവൻ്റെ ഈ പ്രവൃത്തിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, മഞ്ജുവിനെ രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.